ഹായ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നലെ വീഡിയോ ഇടാൻ പറ്റിയില്ല. അപ്പോൾ ഇന്ന് തൊട്ടങ്ങോട്ട് വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു. ഇന്നലെയൊന്നും വീഡിയോ ഇടാൻ പറ്റാത്തതിന് ഇടാൻ പറ്റാത്ത കാരണം ഒരു സുഖമില്ല കേട്ടോ. കാരണം എല്ലാ ദിവസവും ഇട്ടിട്ട് ഇന്നലെ ഇടാണ്ടായപ്പോൾ പിന്നെ 3-4 ദിവസം ഇടാനും പറ്റിയില്ലല്ലോ, പനിയൊക്കെ ആയിട്ട്. അപ്പോൾ അത് കാരണം ഒരു സുഖമില്ല. അപ്പോൾ ഇനി തൊട്ട് എല്ലാ ദിവസവും അങ്ങനെ വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇനി തൊട്ട് വീഡിയോസ് ഉണ്ടാവും കേട്ടോ, മുടങ്ങാണ്ടുണ്ടാവും. അത്തം അല്ലേ വരാൻ പോണേ, വെള്ളിയാഴ്ച അത്തമാണ്. അപ്പോൾ എല്ലാവരും രാവിലെ തന്നെ കുളിച്ച് പൂക്കളൊക്കെ ഇട്ട് പിന്നെ ഒരാഴ്ച കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓണമായില്ലേ. അപ്പോൾ എല്ലാവരും ഓണത്തിനെ വരവേൽക്കാനുള്ള ഒരുക്കത്തിലാവൂലേ. ഓണത്തിൻ്റെ ഒരുക്കത്തിലും തിരക്കിലും തിരക്കിലും ഒക്കെ ആയിരിക്കും അല്ലേ. ഓണത്തിനും അത്തത്തിനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരുക്കത്തിലായിരിക്കും, വീട് വൃത്തിയാക്കലും അതുപോലെ പല തിരക്കിലും ആയിരിക്കും, പർച്ചേസിങ്ങിലും അങ്ങനത്തെ തിരക്കിലും ഡ്രസ്സ് എടുക്കലും അങ്ങനെ പല പല തിരക്കുകളുണ്ടാവുമല്ലോ. അങ്ങനെ എല്ലാവരും പല വിധത്തിലുള്ള തിരക്കിലായിരിക്കും അല്ലേ. അപ്പോൾ ഏതായാലും വെള്ളിയാഴ്ച അത്താണല്ലോ. അപ്പോൾ എന്തായാലും ഒക്കെ പറമ്പും മുറ്റമൊക്കെ ഒന്ന് അടിച്ചു വാരി പുല്ലൊക്കെ ചെത്തി പുല്ലൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ രാവിലെ തന്നെ അലക്കൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ ഉച്ച കഴിഞ്ഞപ്പോൾ അതിൻ്റെ തിരക്കിലേക്ക് അങ്ങോട്ട് ഇറങ്ങിയിട്ടാണ്, അതിൻ്റെ പരിപാടിയിലേക്ക് ഇറങ്ങി, വൃത്തിയാക്കണ പരിപാടിയിലേക്ക് ഇറങ്ങി. പറമ്പ് അപ്പുറത്ത് ജാതിയുടെ കടയൊക്കെ ഒന്ന് നിറയെ ഇലയൊക്കെ, ജാതിയല്ലേ എപ്പോഴെപ്പോഴും അടിച്ചു വാരിയാലും കാര്യമില്ല, എപ്പോഴെപ്പോഴും ഇങ്ങനെ വീണുകൊണ്ടിരിക്കും. ജാതിയുടെ ഇലകൾ ഇങ്ങനെ കൊഴിഞ്ഞ് വീണുകൊണ്ടിരിക്കും. അപ്പോൾ അത് കൊഴിഞ്ഞ് വീണ് കിടക്കണ്ടായിരുന്നു. അപ്പോൾ അത്യാവശ്യം നല്ലോണം ചവറുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് അടിച്ചു വാരി വൃത്തിയാക്കി ചുറ്റും. അപ്പോൾ കാപ്പിക്കുരുവാണ് കേട്ടോ മറ്റേത് കാണിച്ചത്. നമ്മുടെ അപ്പുറത്തെ പറമ്പിൽ കാപ്പിത്തോട്ടമുണ്ട്. അപ്പോൾ അവിടുത്തെ കാപ്പിക്കുരുവാണ് കാണിച്ചത്. നമ്മുടെ പറമ്പിൻ്റെ തൊട്ട് തന്നെയാണ് അവരുടെ പറമ്പും. അപ്പോൾ അവരുടെ പറമ്പിൽ കാപ്പി ചെടി നട്ടിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് കാണിച്ചു തന്നതാണ് കേട്ടോ. അപ്പോൾ അറിയായിരിക്കും, പലർക്കും അറിയായിരിക്കും, എന്നാലും അറിയാത്തവരുണ്ടാവുമല്ലോ. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് കാണിച്ചു തന്നതാണ്. ഒരു പച്ച കളറുള്ള ഇലയും ഒരു കായൊക്കെ നിങ്ങൾ കണ്ടില്ലേ, അതാണ് കേട്ടോ കാപ്പിക്കുരു, കാപ്പിച്ചെടി. അങ്ങനെ പറമ്പൊക്കെ ഒന്ന് അടിച്ചു വാരി വൃത്തിയാക്കിയിട്ടിട്ട് കാപ്പിക്കുരു ഒക്കെ നിങ്ങളെ കാണിച്ചു തന്നിട്ട് ഞാനിങ്ങോട്ട് പോന്നു കേട്ടോ. അവിടെ നിന്ന് പോന്നു കഴിഞ്ഞിട്ട് പുല്ല് മുറ്റത്ത് നിറയെ കുഞ്ഞു പുല്ല്, അത്ര വലുതായിട്ടൊന്നുമില്ല പുല്ല്, എന്നാലും ചെറുതായിട്ട് ഇങ്ങനെ നിറയെ ഇങ്ങനെ മുളച്ച് വന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എന്തായാലും അത്തല്ലേ വരണേ, അപ്പോൾ അതൊക്കെ ഒന്ന് പറിച്ച് കളയാമെന്ന് വിചാരിച്ചു. പറിച്ച് അവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കി ഇടാമെന്ന് വിചാരിച്ചു. അങ്ങനെ വളർന്ന് വരുമ്പോഴേ പറിച്ച് കളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വലിയ ബുദ്ധിമുട്ടില്ലല്ലോ. കുറച്ച് ദിവസമായിട്ട് അത് പറിച്ച് കളയണം, പറിച്ച് അവിടെ വൃത്തിയാക്കണം എന്നൊക്കെ വിചാരിക്കണ്. പിന്നെ അറിയാലോ, മടി വന്നു. അപ്പോൾ അത് കാരണം അത് നടന്നില്ല. പിന്നെ അത് കഴിഞ്ഞപ്പോൾ പിന്നെ പനിയായി, അങ്ങനെ വയ്യാണ്ടൊക്കെ ആയപ്പോൾ പിന്നെ അത് നടന്നില്ല. അപ്പോൾ ഇപ്പോൾ എന്തായാലും വെള്ളിയാഴ്ച അത്തമാണ്. അപ്പോൾ അതിൻ്റെ മുന്നോടിയായിട്ടൊന്ന് വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു അവിടെയൊക്കെ. അത് കഴിഞ്ഞ് പിന്നെ എല്ലാ ദിവസവും ഇങ്ങനെ അടിച്ചു വാരി ഇട്ട് കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ലല്ലോ. പുല്ലൊക്കെ പറിച്ചിട്ട് ഒരു സ്ഥലത്ത് കൂട്ടിയിട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുഞ്ഞു പുല്ലുകളായിരുന്നു കേട്ടോ. എന്നാലും പെട്ടെന്ന് തന്നെ പറിച്ചു കഴിഞ്ഞു. ഒരു 3/4 മണിക്കൂർ കൊണ്ടൊക്കെ നമ്മുടെ പുല്ല് പറിക്കലൊക്കെ കഴിഞ്ഞു. അപ്പോൾ കൂട്ടിയിട്ടതൊക്കെ വാരിക്കൊണ്ട് ഒരു സ്ഥലത്തേക്ക് കളഞ്ഞു. ഇനിയുണ്ട് വൃത്തിയാക്കാനായിട്ട്, അത് പിന്നെ ഒരു ദിവസം ചെയ്യാമെന്ന് വിചാരിച്ചു. അവിടെയൊക്കെ വൃത്തിയാക്കാനുണ്ട്, അപ്പോൾ അത് പിന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു. പുല്ലൊക്കെ പറിച്ച് കഴിഞ്ഞിട്ടുള്ള മുറ്റാണ് കാണുന്നത് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ അവിടെ തുമ്പക്കൊടവും പിന്നെ കാവടിപ്പൂ എന്നാണ് ഞങ്ങൾ പറയാറ്. അപ്പോൾ കാവടിപ്പൂവൊക്കെ ഉണ്ടായി നിൽക്കണ. അപ്പോൾ ആ ഭാഗത്ത് മാത്രം പുല്ലൊന്നും പറിച്ചില്ല കേട്ടോ. ഇപ്പം ആ ഭാഗത്ത് പറിക്കുമ്പോൾ അതിൻ്റെ കൂടെ തുമ്പക്കുടം വളരുന്നുണ്ടോയെന്ന് അറിയില്ല. ഇപ്പം തന്നെ അത്യാവശ്യം തുമ്പക്കുടമൊക്കെ വളർന്നു വന്ന് നിൽക്കുന്നുണ്ട്. അപ്പോൾ അത് കാരണം അവിടെ ഒന്നും പുല്ല് പറിക്കാനോ കളയാനോ നിന്നില്ല കേട്ടോ. ഇനിയിപ്പോൾ തുമ്പക്കുടം ഉണ്ടാവുകയാണെങ്കിൽ ഉണ്ടായിക്കോട്ടെ ഇനി. അപ്പോൾ ഓണം കൊള്ളുന്ന സമയത്ത് നമുക്കിനി തുമ്പക്കുടം അന്വേഷിച്ച് പോകേണ്ട കാര്യമില്ലല്ലോ. എന്നാലും തുമ്പക്കുടം വേണം, ഇത്രയും തുമ്പക്കുടം കൊണ്ടൊന്നും ആവില്ലല്ലോ, അത്യാവശ്യം തുമ്പക്കുടം വേണമല്ലോ. അപ്പോൾ അത് നിങ്ങളെ കാണിച്ചു തന്നതാണ് കേട്ടോ, തുമ്പക്കുടവും പിന്നെ കാവടിപ്പൂവൊക്കെ നിൽക്കുന്നത്. അത് ശരിക്കുള്ള കാവടിപ്പൂവിൻ്റെ ശരിക്കുള്ള പേര് എനിക്ക് അങ്ങോട്ട് അറിയില്ല, ഞാൻ മറന്നുപോയി.
അപ്പോൾ കാവടിപ്പൂ എന്നാണ് ഇവിടെ പറയാട്ട്. പണ്ട് തൊട്ടേ ഞങ്ങൾ കാവടിപ്പൂ തന്നെയാണ് പറയാറ്. അങ്ങനെ പ്രകൃതി വരെ ഒരുങ്ങി കഴിഞ്ഞു ഓണത്തിന് വേണ്ടി. അപ്പോൾ അടിച്ചു വാരലും പറമ്പൊക്കെ അടിച്ചു വാരലും മുറ്റത്തെ പുല്ല് പറിക്കലും എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ വൈകുന്നേരത്തേക്ക് കറി വേണമല്ലോ. അതിന് വേണ്ടിയിട്ട് സാമ്പാർ കൂട്ട് വാങ്ങിയതിൽ കുറച്ച് കഷ്ണങ്ങൾ ഇരിക്കുന്നുണ്ടായിരുന്നു ഫ്രിഡ്ജിൽ. അപ്പോൾ അതിൽ നിന്ന് ബീട്രൂട്ട്, ക്യാരറ്റ്, വെണ്ടക്കായ, മുരിങ്ങക്കായ, തക്കാളി ഇതൊക്കെ എടുത്തിട്ട് ഇത്ര ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതൊക്കെ എടുത്തിട്ട് കഴുകി കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും ആവശ്യത്തിന് വെള്ളമൊഴിച്ച് വേവാനുള്ള വെള്ളമൊഴിച്ച് വേവിച്ചെടുത്ത് കഴിഞ്ഞിട്ട് അതിനിടയ്ക്ക് പുളിയല്ല കേട്ടോ പിഴിഞ്ഞൊഴിച്ചത്. പുളിക്ക് വേണ്ടിയിട്ട് പുളി വേണമല്ലോ കറിക്ക്. അപ്പോൾ പുളിക്ക് വേണ്ടിയിട്ട് നമ്മളെ ഇരുമ്പം പുളി ഉണ്ടായിരുന്നു, നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായതാണ്. അപ്പോൾ ആ ഇരുമ്പം പുളി പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് ഇരുമ്പം പുളിയാണ് ചേർത്തത് കേട്ടോ പുളിക്ക് വേണ്ടിയിട്ട്. ചീഞ്ചട്ടി കയറ്റി വെച്ച് ചീഞ്ചട്ടി ചൂടായപ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായപ്പോൾ കടുക് പൊട്ടിച്ച് അതിലേക്ക് മല്ലിപ്പൊടി, മുളക് പൊടി ഇട്ട് മൂപ്പിച്ച് അതിലേക്ക് കറി ഒഴിച്ചു കൊടുത്തു കേട്ടോ. ഒഴിച്ച് തിളപ്പിച്ച് അതവിടെ വാങ്ങി വെച്ചു. അത് വാങ്ങി വെച്ച് കഴിഞ്ഞിട്ട് ആക്കൊക്കെ ഒന്ന് അടിച്ചു വാരിയിട്ടു. തെളിച്ചക്കുറവുണ്ടെന്ന് തോന്നുന്നു, രാത്രിയാണ് കേട്ടോ. രാത്രി ആയതുകൊണ്ടാണ് അത്ര തെളിച്ചില്ലാത്തത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു.